നമ്മൾ ഇന്ന് റേഷൻ കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കടലയുണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിന്ന് കടല വെച്ചിട്ട് ഒരു ലഡു ഉണ്ടാക്കി നോക്കാം. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലയാണ് വേണ്ടത്. അപ്പൊ ഞാനിവിടെ 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത കടലയാണ്. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ളതാണ് 1 കപ്പ്. ഇത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടിച്ചെടുക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി അടിച്ചെടുക്കണം. അപ്പൊ നമ്മളിത് നന്നായിട്ട് പേസ്റ്റ് ആക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മളെ ദോശക്കൊക്കെ കൂട്ടുന്ന മാവുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും ഒരു നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഓറഞ്ച് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചിൽ കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതൊരു കടലൻ്റെ തൊലി ഉണ്ടായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമുക്ക് ശരിയായ ലഡുവിൻ്റെ കളറിനെ കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളറാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതൊന്ന് ആദ്യം ഇത് വെച്ചിട്ട് ബൂന്തി ഉണ്ടാക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മാവൊന്ന് കുറേശ്ശെയായിട്ട് അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ലഡുവാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു അരിപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു അരിപ്പയിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണയിലോട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഈ അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അടിയിൽ ഇതുപോലെ ചെറിയ ചെറിയ ബൂന്തിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതൊന്ന് വറുത്ത് കോരാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 30 സെക്കൻഡൊക്കെ മതിയാവും. അതിനുള്ളിൽ തന്നെ നമുക്കിതൊന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റാം. അങ്ങനെ ഇത് മുഴുവനായിട്ടൊന്നും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പം കൂടുതലായിട്ടൊന്നും അടിച്ചെടുക്കണ്ട കേട്ടോ, ഒന്ന് അങ്ങ് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് മെൽറ്റായിട്ട് ഒന്ന് അങ്ങ് കുറുകി വരണം. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്തെടുത്തിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബൂന്തി ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ വെള്ളം കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് അതൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബൂന്തി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ലഡുവിൻ്റെ ആ ഒരു ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അതുപോലെ മുന്തിരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളിതാ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. നമ്മുടെ ലഡു റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ലഡു ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. കടല മാത്രം മതി. അപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ എല്ലാവർക്കും കിറ്റിലൊക്കെ ഒരുപാട് കടല കിട്ടി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.